ഹലോ മക്കളെ, ഞാൻ ഇന്ന് നെത്തോലി ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കാണാം എങ്ങനെയാണ്. ഞാനൊരു ചെറിയ ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു ഇച്ചിരി എണ്ണ ഒഴിക്കുകയാണ്, വെളിച്ചെണ്ണ. നമ്മളെല്ലാം വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉപയോഗിക്കുന്നത്. അതിലേക്കൊരു ഇച്ചിരി കടു പൊട്ടിക്കാനായിട്ടിട്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിപ്പം നല്ല പരുവായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 5-6 കൊച്ചുള്ളിയും ഒരു സവാളയും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്യാം നമുക്ക്. ഇതിലേക്ക് നമ്മൾ തക്കാളി ആഡ് ചെയ്യുകയാണ്. ഒരു വലിയ തക്കാളി ആണെങ്കിൽ പകുതി മതി, ചെറുതാണെങ്കിൽ വലിയൊരെണ്ണം. ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടാം നമുക്ക്. ആഡ് ചെയ്തിട്ട് അത് വഴറ്റിയെടുക്കാം. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഒരു 1/2 സ്പൂൺ മതി കേട്ടോ, വേറൊന്നും വേണ്ട. അത് കഴിഞ്ഞിട്ടൊരു സ്പൂൺ മുളക് പൊടി. അത് കഴിഞ്ഞ് ഒരു ഇച്ചിരി മല്ലിപ്പൊടി ഇടണം, ഒരു 1/2 സ്പൂൺ ലേശം, നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. നമ്മളിപ്പം നെത്തോലി ചമ്മന്തിയല്ലേ അരയ്ക്കുന്നത്. അത് കഴിഞ്ഞ് കുരുമുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. എരി വേണ്ടേ? എരി കാണും, നമ്മളിപ്പം ഇതെല്ലാം ഇടുന്നത് കൊണ്ട്. പച്ചമുളക് അതും ഇതെല്ലാം ഇടിയല്ലേ. ഇതിലേക്ക് ഒരു ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഒരു ഇച്ചിരി ലേശം നമ്മുടെ ഉലുവാപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഉലുവാപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വടക്കംപുളി ഉണ്ടല്ലോ, വടക്കംപുളി ഒരു ചെറിയൊരു കഷ്ണം എടുത്ത് കീറി ചെറുതാക്കി ഇട്ട് കൊടുക്കണം, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് ഈ എല്ലാം കൂടെ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ട് നെത്തോലി എന്ന് പറഞ്ഞാൽ നമ്മൾ നെത്തോലിക്കകത്ത് പച്ച നെത്തോലി എടുത്ത് അതിനകത്തൊരു ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് അത് വേവിച്ചിട്ട് അതിൻ്റെ മുള്ളും തലയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് ഈ ഇരിക്കുന്നത്. ഇത് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. നമ്മുടെ ഇത് കണ്ടോ നിങ്ങൾ, നമ്മുടെ നെത്തോലി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ.